ഈ പറയുന്ന GT കർണാൽ റേഞ്ച് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. GT കർണാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ പഞ്ച്കുല, കുരുക്ഷേത്ര, അംബാല, ഹിസാർ, കർണാൽ ഇങ്ങനെയൊക്കെയുള്ള ജില്ലകൾ വരുന്നൊരു മേഖലയാണ്. അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ കൂടിയാണ്. അവിടെയൊക്കെ തന്നെയും BJPക്ക് ആധിപത്യമുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നോൺ ജാട്ട് വോട്ടുകളെ സമാഹരിക്കാനുള്ള ശ്രമം, BJPയുടെ ശ്രമം, അതായത് ജാട്ട് ഇതര വോട്ടുകളെ സമാഹരിക്കാനുള്ള BJPയുടെ ശ്രമം ഫലം കണ്ടു എന്ന് വേണം വിചാരിക്കാൻ. കോൺഗ്രസ് പൂർണ്ണമായും ജാട്ടിലും അതുപോലെ തന്നെ OBC വോട്ടിലും വിശ്വസിച്ചു. ദളിതരുടെ വോട്ടും കൂടെ വരും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതെല്ലാം അതെല്ലാം വെറും വിചാരങ്ങൾ മാത്രമായിരുന്നു. അത്തരം നീക്കങ്ങളെല്ലാം അപ്രസക്തമാക്കുന്ന ഒരു വിജയമാണ് ഇപ്പോൾ BJP അവിടെ കൈവരിച്ചിരിക്കുന്നത്. വലിയ ഇൻഫൈറ്റ് BJPക്കകത്തുണ്ടായിരുന്നത് പോലും റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. അഥവാ ഇൻഫൈറ്റ് ചെയ്ത് പുറത്തേക്ക് പോയ ആളുകൾ ഇൻഡിപെൻഡൻ്റായി മത്സരിച്ച് അവരും മുന്നേറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയിൽ തോൽക്കുന്ന പക്ഷം അതൊരു വലിയ ചെടിയായിരിക്കും. അക്കാര്യത്തിൽ PR സുനിൽ ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വരുന്നുണ്ട്. PR സുനിൽ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. വല്ലാത്തൊരു വേഗം, അസാധാരണമായിട്ടുള്ള വൈകലുണ്ടായിരിക്കുന്നു. ഇപ്പോൾ എത്ര റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു? ഇനി എത്ര റൗണ്ടുകൾ എണ്ണാൻ ബാക്കി നിൽക്കുന്നു? എന്താണ് നമുക്ക് ഹരിയാനയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം, റോത്തങ്ങിൽ നിന്ന്? അരുൺ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പ്രകാരം 49 സീറ്റിൽ BJPയും 35 സീറ്റിൽ കോൺഗ്രസും, 1 സീറ്റിൽ INLDയും, BSP 1 സീറ്റിൽ, 4 സീറ്റിൽ സ്വതന്ത്രർ. ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നൽകുന്ന വിവരം. ഇതിൽ BJP ലീഡ് ചെയ്യുന്ന 49 സീറ്റ് തുറന്ന് സീറ്റിലെ ഓരോ മണ്ഡലങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ കാൽക്ക മണ്ഡലം എടുത്തു നോക്കിയാൽ 17 റൗണ്ട് വോട്ടാണ് എണ്ണാനുള്ളത്. അതിൽ 10ഇടത്തെ വോട്ട് മാത്രമാണ് ഇതിൽ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. അതിൽ തന്നെ താഴോട്ട് ഇപ്പോൾ കർണാൽ മണ്ഡലത്തിലെ സ്ഥിതി എടുത്തു നോക്കിയാൽ 17 റൗണ്ട് വോട്ടുണ്ട്. പക്ഷേ 7 റൗണ്ട് മാത്രമാണ് ഇതുവരെ എണ്ണിത്തീർന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പകുതിയിലധികം സീറ്റുകളിൽ ഇപ്പോഴും 50% വോട്ട് എണ്ണിത്തീർന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പറയുന്നില്ല. ഏതായാലും കോൺഗ്രസ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. കാരണം 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 1 മണിയോട് അടുക്കാൻ പോകുന്നു, 12:30 മണിയാകുന്നു. അപ്പോൾ ഇത്രയും സമയമായിട്ടും വോട്ടെണ്ണലിൽ ഈ ഒരു മാന്ദ്യം ഉണ്ടാകുന്നത് തീർച്ചയായും ദുരൂഹതയുണ്ട് എന്ന ഒരു ആക്ഷേപമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവം ഈ വിവരങ്ങൾ, ഇതിന്റെ ട്രെൻഡിംഗ് വിവരങ്ങൾ മറച്ചുവെക്കുന്നു, അല്ലെങ്കിൽ കൃത്യസമയത്ത് പുറത്തുവിടുന്നില്ല എന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. ഏതായാലും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ നമുക്കും വ്യക്തമാകുന്നുണ്ട്. ഏതാണ്ട് 17ഉം 21ഉം റൗണ്ട് വോട്ട് ഉള്ള മണ്ഡലങ്ങളിൽ ഇപ്പോഴും 7ഉം 8ഉം റൗണ്ട് മാത്രമാണ് എണ്ണി തീർന്നിരിക്കുന്നത്. അപ്പോൾ 10%, 50% വോട്ട് പോലും പലയിടങ്ങളിൽ എണ്ണി പൂർത്തിയായിട്ടില്ല. ഏതായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെയാണ് BJPക്ക് അനുകൂലമായ സുനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം കൂടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞതാണ്. അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ തന്നെ നേതാവായ സ്വാതി മലിവാൾ. നേരത്തെ വിമതയായ സ്വാതി മലിവാൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. ആം ആദ്മി പാർട്ടി ശ്രമിച്ചത് കോൺഗ്രസ് വോട്ടുകൾ കുറയ്ക്കാനാണെന്നും കെജ്രിവാൾ ഇന്ത്യ മുന്നണി ഒറ്റിക്കൊടുത്തുവെന്നും സ്വാതി മലിവാളൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതായത് ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ പിടിച്ച വോട്ടുകൾ കോൺഗ്രസിന്റെ വീഴ്ചയുടെ ആഘാതം കൂട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമാവണം. 2% താഴെ വോട്ടുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്. പക്ഷേ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന സാധ്യതയെ അത് പിന്നോട്ടടിച്ചു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇപ്പോൾ 49 സീറ്റുകളിൽ BJP, 35 സീറ്റുകളിൽ കോൺഗ്രസ്, 2ഇടങ്ങളിൽ അഭയ് സിംഗ് ചൗട്ടാലയുടെ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ, 4ഇടങ്ങളിൽ മറ്റ് സ്വതന്ത്രർ, BSP അടക്കമുള്ള സ്വതന്ത്രരുമാണ് ഇപ്പോൾ ഹരിയാനയിൽ ലീഡ് ചെയ്യുന്നത്. ഇനി ഏകദേശം 5 റൗണ്ടുകൾ കൂടി എണ്ണാനുണ്ട് എന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഈ ലീഡ് നിലയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹിസാർ മേഖലയിൽ നോക്കൂ, 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിലും, ഹരിയാനയിലെ ഹിസാർ മേഖലയിലെ 4 മണ്ഡലങ്ങളിലും BJPക്കാണ് ആധിപത്യമുണ്ടായത്. ഫരീദാബാദിലെ 6 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിലും BJP തന്നെയാണ് മേൽക്കൈ നേടിയത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫരീദാബാദ് അടക്കം 5ഇടങ്ങളിലും, സോണിപത്തിൽ 6 മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും INLDയും ഏകദേശം തുല്യനിലയിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം കർണാലിലടക്കമുള്ള പ്രദേശങ്ങളിൽ BJPക്ക് 5ഇടങ്ങളിലും സമഗ്രമായ ആധിപത്യമാണ്. ഈ കർണാൽ മേഖല എന്ന് പറഞ്ഞാൽ മനോഹർലാൽ ഖട്ടറിന്റെ സ്ഥലമാണ്. അവിടെ മനോഹർലാൽ ഖട്ടർ പുറത്തായിട്ട് പോലും അദ്ദേഹം അവിടെ ശക്തമായി നിന്ന് ആ സ്ഥലത്തെ 5 മണ്ഡലങ്ങളും BJPക്ക് ഉറപ്പാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം സിർസ നോക്കൂ, സിർസ മണ്ഡലം പൂർണ്ണമായും കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമാണ് എന്നതും ശ്രദ്ധേയമാണ്. ഗുഡ്ഗാവിൽ പൂർണ്ണമായും, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഗുഡ്ഗാവ് ഒരു കാരണവശാലും BJPയുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയില്ല. ഗുഡ്ഗാവിൽ 4-4 സ്വന്തമാക്കിയിരിക്കുകയാണ് BJP. കുരുക്ഷേത്രയിൽ അതേസമയം BJPയും
കോൺഗ്രസും തുല്യ ശക്തികളായിട്ട് വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അംബാലയിലാവട്ടെ കോൺഗ്രസ് മേധാവിത്വത്തിലേക്ക് പോയി. പഞ്ചാബുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ അംബാലയിൽ കോൺഗ്രസ് ആണ് മുന്നിൽ നിൽക്കുന്നത്. BJPക്ക് അവിടെ ഒരു സീറ്റ് കിട്ടിയപ്പോൾ കിട്ടിയത് 3. ഭിവാലിയിൽ 4 സീറ്റുകളും BJP സ്വന്തമാക്കുന്ന കാഴ്ചയാണ് ഭിവാലിയിൽ കണ്ടത്. കോൺഗ്രസിനും INLDക്കും ഒരു സ്പേസും ഭിവാലി മേഖലയിൽ കൊടുത്തിരുന്നില്ല. റോത്തങ്കിലാവട്ടെ കോൺഗ്രസിന് സമഗ്രാധിപത്യമാണ്. സിർസയിലും റോത്തങ്കിലും കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. എന്നാൽ മറ്റു ചില മണ്ഡലങ്ങളിൽ ഗുഡ്ഗാവിലടക്കം കോൺഗ്രസ് പിന്നിലേക്ക് പോയി. ഹിസാറിലാവട്ടെ BJPക്ക് നേരിയ മേൽക്കൈ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹരിയാനയിലെ വിവിധ പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ പോലും നഗര വോട്ടുകൾ പൂർണ്ണമായും ഗുഡ്ഗാവിൽ 4 സീറ്റുകളും BJP ആണ് വളരെ സ്വന്തമാക്കിയത്. പ്രധാനപ്പെട്ട ഒരു കാര്യം അരുണേ, നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലേക്ക് പോയാൽ ഓരോ മണ്ഡലങ്ങളിലെയും റൗണ്ട്സ് ഉണ്ട്. ആ റൗണ്ട്സ് നോക്കിയാൽ ഒരു മണ്ഡലത്തിലെ കാര്യം ഞാൻ പറയാം. 13 റൗണ്ട് ഉള്ളപ്പോൾ 6 റൗണ്ടേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. അവിടെ BJP 3444 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പല മണ്ഡലങ്ങളും ഇങ്ങനെയാണ്. 16 റൗണ്ടുള്ള സ്ഥലത്ത് 6 റൗണ്ടാണ് ഇതുവരെ പൂർത്തിയായിരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ 20 റൗണ്ട് വോട്ടുണ്ട്, 12 റൗണ്ടാണ് പൂർത്തിയായിരിക്കുന്നത്. ഒരു സ്ഥലത്ത് 18 റൗണ്ട് വോട്ടുണ്ട്, 7 റൗണ്ടാണ് പൂർത്തിയായിരിക്കുന്നത്. ഇങ്ങനെ നോക്കുകയാണ് എങ്കിൽ പകുതി പോലും വോട്ടെണ്ണിൽ ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് പ്രകാരം ഉണ്ടായിട്ടില്ല. പകുതി വോട്ട് പോലും എണ്ണാതിരിക്കുന്ന സമയത്താണ് 49-35 എന്ന റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും 2-3 മണിക്കൂറുകളെങ്കിലും ഈ പറയുന്ന അവസാന പിക്ചർ കിട്ടുവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും.